ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ അവധി ദിവസമായ കാരണം ഞങ്ങളിന്ന് തൃശ്ശൂർ സൂവിലേക്കാണ് ഇന്ന് യാത്ര ഉണ്ടായിരുന്നത്. നൈവിന് ഇതുവരെ സൂ കാണാത്ത കാരണം അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മോള് ചെറുപ്പത്തിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് അത്ര പുതുമയും തോന്നിയില്ല. നൈവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവധി ദിവസമായതുകൊണ്ട് ടൂർ പാക്കേജിലുള്ള ആളുകൾ കുറേ വന്നില്ലായിരുന്നു. തമിഴ്നാട്ടുകാരാണ് അതിന് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ സൂവിലത്തെ കുറേ മൃഗങ്ങളൊക്കെ പുത്തൂരിലുള്ള പുതിയ സൂവിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം അധികം മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. പേര് അതിന്റെ പേരെന്താ? ഇതിന്റെ പേരാണ് റിഹ. കണ്ടാ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ആരും കാണാനില്ല, ആള് മാത്രമുള്ള. ഇതാരിക്കണ അപ്പൂസ? ഇതാണ് നമ്മുടെ ആരാണ്? ചെമ്പരുന്ത്, പാറിപ്പറക്കുന്ന ചെമ്പരുന്താണിത്. കണ്ടാ? ഗുണാക്കേവാ. ഇതാരാണ്? ബ്രൗൺ ഫിഷ് കൂമൻ പോൾ. കൂമരിക്കണ. പിന്നെ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത് നല്ല ഔഷധ ഗുണമുള്ള സസ്യങ്ങളും മരങ്ങളും ഉണ്ടായിരുന്നു. പണ്ട് വരുമ്പോൾ ഇതിൻ്റെ നെയിം പ്ലേറ്റുകൾ ഇത്ര വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് ഒത്തിരി കൂടി നല്ല രീതിയിൽ ഒരു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന മരങ്ങൾ ഇവിടെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതിൻ്റെ ശാസ്ത്രീയത നമുക്ക് പഠിക്കാനും. പിന്നെ പഴയ കൂടുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊന്നുമില്ല, പുത്തൂർക്ക് മാറ്റിയെന്നാണ് അവിടെ പറഞ്ഞത്. സിംഹമൊക്കെ ഉണ്ടായിരുന്നു. ചൂട് കാരണം എല്ലാവരും ഒരു അരികെ ചേർന്ന് സൈഡിലേക്ക് മാറിയിട്ടാണ് കിടക്കണ്ടായിരുന്നത്. ഉള്ള പന്നിയൊക്കെ വളരെ ക്ഷീണിച്ച് കിടക്കുമായിരുന്നു അവിടെ. പിടിക്കുന്നതും അതിന് ഭക്ഷണം അധികം കിട്ടുന്നുണ്ടാവും, പക്ഷെ അത് ചൂട് കാരണേ മാക്സിമം തണല് ചേർന്ന് കിടക്കണം. പിന്നെ സൂവിലുള്ള ജീവികളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നല്ല വെള്ളമായാലും തണലായാലും അവർക്ക് അസ്വസ്ഥതയും പിന്നെ അവിടെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വൃത്തിയിൽ തന്നെയാണ് അവർ നോക്കിയിട്ടുള്ളത്. ഉള്ള ജീവികളെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. അതിന് ഒരു നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. വീക്കെൻഡ് ആകുമ്പോൾ കുട്ടികളും അമ്മമാരും ഒക്കെ ടൂറിസ്റ്റൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ സ്ഥലം, ഈ സൂ, തൃശ്ശൂർ സൂ. കാരണം അത് പറയാനൊരു നൊസ്റ്റാൾജിയ കൂടിയുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ടീച്ചേഴ്സ് കൊണ്ടുപോയതും പിന്നെ അവിടെയുള്ള പുതിയ പുതിയ ആനിമൽസിനെയൊക്കെ കാണാനായിട്ട് ഇന്നും അവിടെ നല്ല തിരക്കാണ്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ആ പാലസിൻ്റെ ഏരിയയിലൊക്കെ കാണാൻ അവിടുത്തെ രാജാക്കന്മാരുടെ ആയുധങ്ങളാണെങ്കിലും അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണെങ്കിലും കാണാനും അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇന്നും ആളുകൾ അവിടെ എത്തിച്ചേരുന്നത് സന്തോഷം തരുന്ന സംഭവം. ഈ സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് ഇത്രയും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ ഒരു കെട്ടിടമാണിത്. ഇവിടുത്തെ ഗാർഡൻ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഒരു ഹിസ്റ്ററി ഒക്കെ നിറഞ്ഞൊരു ആംബിയൻസാണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെയുള്ള ജീവികളെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ നോക്കുന്നുണ്ട്. തുടർന്ന് വലിയ സൂ വരുമ്പോൾ നമുക്ക് അതും കൂടി കവർ ചെയ്യാം. വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തൃശ്ശൂർ സൂ ഒരു വെർത്തായിട്ടുള്ള സംഭവമാണ്. അവിടെ ജീവികളില്ലെങ്കിൽ പോലും അവിടുത്തെ ഒരു ഹിസ്റ്ററിയൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണ്.
പിന്നെ സൂവിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് കുപ്പികളും അങ്ങനെ സാധനങ്ങളൊക്കെ മാക്സിമം അതിൻ്റെ തന്നെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുടിക്കാനായിട്ടുള്ള വെള്ളം അവിടെ തന്നെ കൂളറിൽ സെറ്റ് ചെയ്തിട്ട്, അത് കാരണം നമുക്ക് പുറത്തുനിന്ന് വെള്ളം മേടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണം അവിടെ നല്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാനായത്. അവിടെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടോ ബോസേ? ആ ഇതവിടെ എഴുതിക്കണ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടാവോ അപ്പൂസേ? ഇത് നല്ല ബടക്കാരിയ പേരെന്തോ ഇതിന്റെ നമ്മള് ഇലഞ്ഞിത്തറ മേളം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് ആ ഇലഞ്ഞി ഈ ഇലഞ്ഞി ഹിപ്പോപ്പൊട്ടാമസ്. തന്നെ ഇപ്പോനെ കാണാം. ഇപ്പൊ ചൂടുകാരനെ വെള്ളത്തില് മുങ്ങി കിടക്കുക. അവർക്ക് ചൂട് സഹിക്കണില്ല, അല്ല ചെളി തേച്ചിട്ട് നിക്കാറ് കണ്ടാ. നല്ല മരം ഉണ്ടോ, മരത്തിന്റെ താഴെ ഈ കുളം ഉണ്ടാക്കിയുള്ള. ഇത് കാണുന്നതാണ് ഇത്തിമരം കണ്ട. ഇന്ത്യൻ ലിയോറല്ല കണ്ട, വേരൊക്കെ കണ്ടതൊന്ന് ഇങ്ങനെ വേര് ഞാൻ എടുക്കണതാണ് അതിന്റെ സ്റ്റൈല്. നല്ല ഉറപ്പാട്ടാ വേരുകൾക്കൊക്കെ. ഇപ്പോൾ ഇതാണ് അശോകമരം. സീത രാമന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഈ മരത്തിൻ്റെ താഴെയാണ്. സീതനെ കാണാനായിട്ട് ഹനുമാൻ ചെന്നതും ഈ മരത്തിൻ്റെ താഴെയാണെന്ന് പറയപ്പെടുന്നു. ആണ് വട്ടമരം. മനസ്സിലാവണില്ലേ? രാസനാമാണ് എഴുതിയില്ല. പരേഡ് ഓഫ് ബർമ കണ്ടാ, എന്ത് വലിയ എന്താന്നറിയോ, ഒരു റെഡ് കളറിലെ പൂക്കളൊക്കെ ഉണ്ട് ഇതില് കണ്ടാ. കണ്ടാ, വാട്ട് എ ബ്യൂട്ടി. കണ്ടാ കണ്ടാ കുഞ്ഞു പൂക്കള്. ഇപ്പൊ ഇത് ക്ലോസ് ചെയ്ത് വെച്ചേക്കും അവിടെ.
ഇത് കണ്ട ഈ പക്ഷിനെ കണ്ടിട്ടുണ്ട് നീ മുന്നേ എവിടെയെങ്കിലും? ഓസ്ട്രിച്ച് അല്ല, അത് റോയ് ഹെലിക്കൻ, ഹെലിക്കപ്പക്ഷി കണ്ട. അതിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പക്ഷി തായ്ലൻഡിലെ ഈ പക്ഷിയെ മീൻ പിടിക്കുന്നതിനായി ഇണക്കി വളർത്താറുണ്ടെന്ന് കണ്ട. നമ്മൾ സ്ഥിരം കാണാറുള്ളത് അത്. ആണ് റെയിൻ ട്രീ. ഓക്കെ, കണ്ട കണ്ട മഴമരം കണ്ട. ആ ഇത് മഴ പെയ്യുന്ന പോലെ അതിന്റെ മുകളിൽ നിന്ന് വെള്ളം വീണ മരാന്ന് പറയണ. രസമുണ്ടല്ലേ? കണ്ട കണ്ട നോക്കുന്ന പുള്ളിമാന്റെ അടുത്തേക്ക് പോണം. ആരാ പൂസത്? പുള്ളിമാൻ. പുള്ളിമാൻ പുള്ളി തന്നെയാണോടാ. കണ്ട കണ്ട. ഇത് പണ്ട് ഇതിലേക്ക് മാനുകളും ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചില രാജാക്കന്മാര് ഉപയോഗിച്ചിരുന്ന വഞ്ചികള്. നമ്മള് കൊച്ചിയിലെ രാജാക്കന്മാര് പണ്ട് ഉപയോഗിച്ചിരുന്ന വഞ്ചി തുറക്കാൻ പറ്റില്ല, അടച്ചേക്ക. ഇന്നത്തെ രാജാക്കന്മാര് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലൊരു മുട്ട. അങ്ങോട്ട് പോയിണ്ട്. എമ്മോ ഇങ്ങോട്ട് പോയോ? അതല്ല, എമ്മ ഒറ്റയ്ക്കായാലും ബോറടി ആൾക്ക്. അവിടെ ഉണ്ട് ആള് ഭക്ഷണം കഴിക്കാൻ പോയിക്ക. നമ്മുടെ സിനിമയില് കാണാല്ലേ ആന്ധ്രാപ്രദേശിന്റെ ഫേവറേറ്റ് ആനിമൽ മിഥു. മോളിട്ടറാ 2 മിനിറ്റിന് ഉണ്ടല്ലേ. പപ്പ ഇത് കടുവേ. മരങ്ങളുടെ മുകളിൽ കൊണ്ടുവച്ച് കുറച്ച് കുറച്ച് തിന്നുന്ന സ്വഭാവം ഇവർ പ്രകടിപ്പിക്കാം. ഭയങ്കര ടേസ്റ്റ്. വളരെ നീറ്റായിട്ടുള്ള മനുഷ്യന്മാരത്. എന്താണ് മങ്കിനെ കാണുമ്പോൾ ചിരിക്കുക, മങ്കിനെ കാണുമ്പോൾ ചിരിക്കുക. കളറുള്ള കോഴി അല്ല, മറ്റേ
കൊക്കരക്കൊക്കെ വിൽക്കണം. കയറ്റി അയച്ച ബംഗാൾ ഗവർണർ ജനറൽ ചൂട് കാരണം മുതല മോളിലേക്ക് വരുന്നില്ല. അപ്പോൾ മുതലനെ അപ്പൂസ് കണ്ടില്ല. അപ്പൂസ് അതിൻ്റെ അടിയിലാണ് മുതലായിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ നോക്കാൻ പറ്റില്ല, അവൻ്റെ ഉയരം കുറഞ്ഞ കാരണം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ ചുറ്റി കണ്ട് അവിടുന്ന് വീണ്ടും തിരിക്കാൻ ഒരു ഫോട്ടോ എടുക്കാം. പിന്നെ പാമ്പുകളുടെ ഒരു ഏരിയയിലേക്കാണ് കുറച്ച് നേരം പോകാൻ പറ്റിയത്. അങ്ങനെ മുതലക്കുളവും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര വീണ്ടും തിരിച്ചു. പാമ്പുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ മലമ്പാമ്പിനെ കണ്ടു. പിന്നെ ഞങ്ങളുടെ ഡിവൈസിൽ ചാർജ് കുറവായിരുന്നു. ഞങ്ങൾ ബാക്കപ്പ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേഗം ഞങ്ങൾ തിരിച്ചു പോകുന്നു.